അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ ഇനി നിലവിലില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധ സാഹചര്യം രൂക്ഷമാകുന്നു. 2026 നേറ്റോ ഉച്ചകോടിയുടെ വേദിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ട്രംപ് ഇറാനുമായുള്ള ചർച്ചകൾ സമയനഷ്ടം മാത്രമാണെന്നും താൻ ഇനി ഇറാനുമായി ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും വ്യക്തമാക്കിയത്. നേറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടോയ്ക്കൊപ്പമുള്ള വാർത്താ സമ്മേളനത്തിൽ വെടിനിർത്തൽ കരാർ അവസാനിച്ചോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായാണ് ട്രംപ് ഈ പ്രതികരണം നടത്തിയത്. ഇറാൻ ഭരണകൂടത്തിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ച ട്രംപ് അവിടത്തെ നേതൃത്വത്തെയും ശക്തമായി കുറ്റപ്പെടുത്തി. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ അമേരിക്ക ഇറാനെതിരെ പുതിയ സൈനിക ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രങ്ങൾ, തീരദേശ റഡാർ സംവിധാനങ്ങൾ, കപ്പൽ വിരുദ്ധ മിസൈൽ ശേഷികൾ കൂടാതെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ 60-ലധികം ചെറുബോട്ടുകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് അറിയിച്ചു. അന്താരാഷ്ട്ര വ്യാപാര കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ നടപടി സ്വീകരിച്ചതെന്നും അമേരിക്ക വ്യക്തമാക്കി. മാർഷൽ ദ്വീപുകളുടെ പതാകയുള്ള MT അൽ റഖായത്ത്, സൗദി അറേബ്യയുടെ പതാകയുള്ള MT വെഡ്യാൻ, ലൈബീരിയൻ പതാകയുള്ള MT സൈപ്രസ് പ്രോസ്പെരിറ്റി എന്നീ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന ആരോപണവും അമേരിക്ക ഉന്നയിച്ചു. അതേസമയം 3 ടാങ്കറുകൾക്ക് നേരെ ആക്രമണം നടന്ന മണിക്കൂറുകൾക്കകം ഇറാനിയൻ എണ്ണ വിൽക്കാൻ അനുമതി നൽകുന്ന ലൈസൻസ് അമേരിക്ക റദ്ദാക്കി. പോരാട്ടം അവസാനിപ്പിക്കുന്നതിനുള്ള താൽക്കാലിക കരാറിന്റെ ഭാഗമായാണ് ഈ ലൈസൻസ് നൽകിയിരിക്കുന്നത്. കടലിടുക്കിലെ ഇറാന്റെ നടപടികൾ അംഗീകരിക്കാനാകില്ലെന്നും ഇതിന് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും പേര് വെളിപ്പെടുത്താത്ത ഒരു US ഉദ്യോഗസ്ഥൻ അസോസിയേറ്റഡ് പ്രസിഡന്റിനോട് പറഞ്ഞു. എന്നാൽ അമേരിക്കയുടെ നടപടിയെ അപലപിച്ച ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഇത് താൽക്കാലിക കരാറിന്റെ ലംഘനമാണെന്നും പ്രത്യാഘാതങ്ങളുടെ ഉത്തരവാദിത്തം US സർക്കാരിനാണെന്നും പ്രതികരിച്ചു. അമേരിക്കയുടെ പുതിയ ആക്രമണങ്ങൾ കരാർ ലംഘനമാണെന്ന് ഇറാൻ ഉപവിദേശകാര്യ മന്ത്രി കാസിം ഗരീബാബാദിയും എക്സിൽ കുറിച്ചു. അതേസമയം അമേരിക്കയുടെ പുതിയ സൈനിക നടപടിക്ക് പിന്നാലെ ഇറാനും ശക്തമായ തിരിച്ചടി നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ബഹ്റൈൻ, കുവൈറ്റ് ഉൾപ്പെടെയുള്ള ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് വിവരം. ആക്രമണത്തെ തുടർന്ന് ബഹ്റൈനിൽ ബുധനാഴ്ച രാവിലെ തുടർച്ചയായി 2ാം തവണയും വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും എത്രയും വേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശത്രുക്കളുടെ മിസൈലുകളുടെയും ഡ്രോണുകളെയും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമായി നേരിടുകയാണെന്ന് കുവൈറ്റ് സൈന്യം വ്യക്തമാക്കി. ബഹ്റൈനിലെ US-ന്റെ 5th നേവൽ ഡിസ്ട്രിക്ട്, കുവൈറ്റിലെ അലി അൽ സാലം എയർബേസ് എന്നീ തന്ത്രപ്രധാന US സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് സംയുക്ത മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയതെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് സ്ഥിരീകരിച്ചു. തങ്ങളുടെ സൈനിക നീക്കത്തിന് തടസ്സം നിൽക്കാൻ ശ്രമിച്ച US-ന്റെ അത്യാധുനിക AQ-9 റീപ്പർ ഡ്രോൺ വെടിവെച്ചിട്ടതായും ഇറാൻ അവകാശപ്പെട്ടു. US നടത്തിയ ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ ലംഘനവും നഗ്നമായ അധിനിവേശവുമാണെന്ന് ഇറാന്റെ സംയുക്ത സൈനിക കമാൻഡ് കുറ്റപ്പെടുത്തി. ഇതിന് തകർപ്പൻ മറുപടി നൽകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ഭീഷണിപ്പെടുത്തലിന്റെയും ചൂഷണത്തിന്റെയും കാലം കഴിഞ്ഞു, ഞങ്ങൾ കീഴടങ്ങില്ല എന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ കാലിബാഫ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി ട്രംപ് പ്രഖ്യാപിച്ചതും ഇരു രാജ്യങ്ങളും വീണ്ടും സൈനിക നടപടികളിലേക്ക് കടന്നതും പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. മേഖലയിലെ സംഘർഷം വ്യാപിക്കാനുള്ള സാധ്യത ഉയർന്നിരിക്കുന്നതിനാൽ ലോകരാജ്യങ്ങൾ ആശങ്കയോടെയാണ് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.